بسم الله الرحمن الرحيم أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون قل آمنا بالله وما أنزل علينا السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا والمشركون قد بعوا علينا
വേദിയിൽ ഉപവിഷ്ടനായ അധ്യക്ഷൻ, മറ്റു ബഹുമാന്യരായ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി അടുത്തു നിന്നും അകലെ നിന്നും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആദർശ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കണമേ എന്ന് ആമുഖമെന്നോണം ഉണർത്തുകയാണ്. ഈ പാനൂര് പ്രദേശത്ത് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ പല വ്യത്യസ്തമായ ചിന്താധാരകളോടുകൂടെ ഇതിനെ വീക്ഷിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. എൻ്റെ സഹോദരന്മാരോട് വളരെ വിനയപുരസ്സരം ആമുഖമെന്നോണം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ആരെങ്കിലും വേദനിപ്പിക്കുവാനോ കൊച്ചാക്കി കാണിക്കുവാനോ കുറവാക്കി കാണിക്കുവാനോ എൻ്റെ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് പ്രമാണബദ്ധിതമായി കുറച്ച് സത്യങ്ങൾ അത് തുറന്നു പറയേണ്ട ബാധ്യതയുണ്ട് എന്ന കാരണത്താൽ ഞാനത് തുറന്നു പറയുകയാണ്. മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ലവലേശം പോലും വെറുപ്പ് വച്ചിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്തതുപോലെ, അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന, വാക്കുകളെ മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് നല്ലതിനെ മാത്രം പിൻപറ്റുന്ന ബുദ്ധിയുള്ള ആളുകളായി മാറാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമേ എന്നുള്ളതാ. ഒന്നും കേൾക്കണ്ട എന്നുള്ളതല്ല, കേൾക്കുക. നല്ലതാണ്, എൻ്റെ ആഖിറത്തിന് വേണ്ടി ഉപകരിക്കുമെന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സ്വീകരിച്ചാൽ മതി. അതുപോലെ തന്നെ പറയേണ്ടുന്ന ഒരു കാര്യം കൂടെ, ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങളെല്ലാവരും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനെന്നല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാഷകരും നിങ്ങളോടത് പറയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞങ്ങൾ പറയുന്ന കാര്യം ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. قل آمنا بالله وما أنزل علينا السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم
إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا والمشركون قد بعوا علينا. വധിയിൽ ഉപവിഷ്ടനായ അധ്യക്ഷൻ, മറ്റു ബഹുമാനരായ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി അടുത്തു നിന്നും അകലെ നിന്നും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആദർശ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കണമേ എന്ന് ആമുഖമെന്നോണം ഉണർത്തുകയാണ്. ഈ പാനൂര് പ്രദേശത്ത് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ പല വ്യത്യസ്തമായ ചിന്താധാരകളോടുകൂടെ ഇതിനെ വീക്ഷിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. എൻ്റെ സഹോദരന്മാരോട് വളരെ വിനയപുരസ്സരം ആമുഖമെന്നോണം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ആരെങ്കിലും വേദനിപ്പിക്കുവാനോ കൊച്ചാക്കി കാണിക്കുവാനോ കുറവാക്കി കാണിക്കുവാനോ എൻ്റെ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് പ്രമാണബദ്ധിതമായി കുറച്ച് സത്യങ്ങൾ അത് തുറന്നു പറയേണ്ട ബാധ്യതയുണ്ട് എന്ന കാരണത്താൽ ഞാനത് തുറന്നു പറയുകയാണ്. മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ലവലേശം പോലും വെറുപ്പ് വച്ചിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്തതുപോലെ الذين يستمعون القول ويتبعون أحسنه, വാക്കുകളെ മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് നല്ലതിനെ മാത്രം പിൻപറ്റുന്ന ബുദ്ധിയുള്ള ആളുകളായി മാറാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമേ എന്നുള്ളതാ. ഒന്നും കേൾക്കണ്ട എന്നുള്ളതല്ല, കേൾക്കുക. നല്ലതാണ്, എൻ്റെ ആഖിറത്തിന് വേണ്ടി ഉപകരിക്കുമെന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സ്വീകരിച്ചാൽ മതി. അതുപോലെ തന്നെ പറയേണ്ടുന്ന ഒരു കാര്യം കൂടെ, ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങളെല്ലാവരും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനെന്നല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാഷകരും നിങ്ങളോടത് പറയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞങ്ങൾ പറയുന്ന കാര്യം ഖുർആൻ